അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷൻ ആണ്. ക്വസ്റ്റ്യൻ തന്നെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് dy ബൈ ഡി എക്സ് ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 0. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ. നമുക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ അകത്ത് എക്സും വൈയും മിക്സ് ചെയ്ത് തരും, ഈക്വൽ 0 എന്ന് തന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള വൈയുടെ dy ബൈ ഡി എക്സ് കാണാനായിരിക്കും ക്വസ്റ്റ്യൻ വരിക. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫൈൻഡ് dy ബൈ ഡി എക്സ് എന്ന് തന്നെ എക്സ് വൈ ഈക്വൽ സി. ഇതിൽ എക്സും വൈയും മിക്സ് ചെയ്തല്ലേ കിടക്കുക, ഇതിൻ്റെയും dy ബൈ ഡി എക്സ് കാണാൻ ചോദിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വരാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ 0. ഇതിലും എക്സും വൈയും മിക്സ് ചെയ്തിട്ടല്ലേ കിടക്കുക, ഇതിൻ്റെയും dy ബൈ ഡി എക്സ് കാണാൻ ചോദിക്കും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈ 3 ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാനുള്ളതാണ്. 1, 2, 3 ഇത് 3 നമുക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സ് സ്ക്വയർ ഈക്വൽ 0. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും dy ബൈ ഡി എക്സ് എടുക്കാം. dy ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽസ് dy ബൈ ഡി എക്സ് ഓഫ് 0. എക്സ് സ്ക്വയറിന് നിങ്ങൾക്കറിയാലോ 2x ആണ്. 2x ഈക്വൽ 0, അത്രയും മതി. ഓക്കെ, ഇനി വൈ സ്ക്വയർ ഈക്വൽ 0. ഇതിൻ്റെ dy ബൈ ഡി എക്സ് എടുക്കാൻ പറഞ്ഞാലോ dy ബൈ ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ ഈക്വൽ 0. അപ്പോൾ നമ്മൾ വൈനെയാണ് എക്സ് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വൈ സ്ക്വയറിന് വൈ വെച്ചിട്ട് ചെയ്യാം. അതെന്താ? 2y. അതിന് ശേഷമാണ് വൈന് എക്സ് വെച്ച് ചെയ്യാവുള്ളൂ. അപ്പോൾ dy ബൈ ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2y ഇൻറ്റു dy ബൈ ഡി എക്സ് ഈക്വൽസ് ഈ 0ൻ്റെ ഡെറിവേറ്റീവ് 0 തന്നെയാണ്. രണ്ട് സൈഡിലും ഞാൻ dy ബൈ ഡി എക്സ് എടുത്തു. ഇത്രയും. ഓക്കെ, ഇത് രണ്ടുമാണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ചെയ്തപ്പോൾ 2x എന്ന് വന്നു, വൈ സ്ക്വയറിൻ്റെ ചെയ്തപ്പോൾ 2y dy ബൈ ഡി എക്സ് എന്ന് വന്നു. അത് മറന്നു പോകരുത്, 2y എന്ന് മാത്രം എഴുതി വെക്കരുത്. ഓക്കെ, കാരണം വൈ സ്ക്വയർ ഒരു വേറെ വേരിയബിളാണ്. ആ വേറെ വേരിയബിളിനെ എക്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് എൻ്റെ വ്യത്യാസം. ഇനി മറ്റൊരു എക്സാമ്പിൾ, എക്സ് വൈ ഈക്വൽ 0. നമ്മൾ മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഇല്ലേ, സോറി രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. എക്സ് വൈ ഈക്വൽസ് 0 എന്ന് വരാം, അല്ലെങ്കിൽ എക്സ് വൈ ഈക്വൽസ് സി എന്ന് വരാം. ഓക്കെ, ഞാൻ എക്സ് വൈ ഈക്വൽ സി എന്നുള്ളതിൻ്റെ എഴുതാണ്. ഫൈൻഡ് dy ബൈ ഡി എക്സ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. എക്സ് വൈ ഈക്വൽ സി. അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ dy ബൈ ഡി എക്സ് ചെയ്തു. dy ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ ഈക്വൽസ് dy ബൈ ഡി എക്സ് ഓഫ് സി. സി ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ എക്സ് വൈ ഈക്വൽ 0 എന്ന് വന്നാലും എക്സ് വൈ ഈക്വൽ സി എന്ന് വന്നാലും ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ്. dy ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ. ഇത് എക്സ് ഒരു ഫങ്ഷനാണ്, വൈ ഒരു ഫങ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു dy ബൈ ഡി എക്സ് ഓഫ് വൈ, അതായത് dy ബൈ ഡി എക്സ്, പ്ലസ് സെക്കൻഡ് ഫങ്ഷനായ വൈ ഇൻറ്റു dy ബൈ ഡി എക്സ് ഓഫ് എക്സ് ഈക്വൽസ് dy ബൈ ഡി എക്സ് ഓഫ് സി എന്നാൽ 0 ആണ്. അപ്പോൾ എങ്ങനെയാണ്? എക്സ് dy ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു dy ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 ആണ്, ഈക്വൽസ് 0. എക്സ് dy ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ 0. നമുക്ക് കാണേണ്ടത് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് dy ബൈ ഡി എക്സ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് dy ബൈ ഡി എക്സിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യണ്ടേ? ഇപ്പോൾ രണ്ട് ടേംസാണ് പ്ലസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, കണ്ടോ? ഈ ഒരു പ്ലസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്ലസിൻ്റെ എക്സ് dy ബൈ ഡി എക്സ് മാത്രം നമ്മൾ ലെഫ്റ്റിൽ നിർത്തും. എക്സ് dy ബൈ ഡി എക്സ് പ്ലസ് വൈ റൈറ്റിലേക്ക് പോയി, ഇങ്ങോട്ട് പോയി. അപ്പോൾ എന്തായി? മൈനസ് വൈ. ഇനി ഇവിടെ എക്സ് ഇൻറ്റു dy ബൈ ഡി എക്സ് അല്ലേ? അപ്പോൾ dy ബൈ ഡി എക്സ് മാത്രം കാണാൻ എക്സ് അവിടെ മൾട്ടിപ്ലൈ ചെയ്തത് ഇപ്പുറത്തേക്ക് റൈറ്റിലേക്ക് വന്നപ്പോൾ ഡിവൈഡായി, മൈനസ് വൈ ബൈ എക്സ്. ഇപ്പോഴാണ് നമ്മൾ dy ബൈ ഡി എക്സ് കണ്ടുപിടിച്ചത്. ഓക്കെ, മനസ്സിലായില്ലേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്? ഇനി ഞാൻ മൂന്നാമത് എക്സാമ്പിളായിട്ട് എഴുതിയ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ?
എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ 0. ഇതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് കാണാൻ ഞാൻ ഡി ബൈ ഡി എക്സ് രണ്ട് സൈഡിലും എടുക്കുന്നു. അതായത് ഈ മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എപ്പോഴും ഡി ബൈ ഡി എക്സ് രണ്ട് സൈഡിലും എടുത്തിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുക. അത് മറന്നു പോകരുത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽസ് ഡി ബൈ ഡി എക്സ് ഓഫ് 0. രണ്ട് സൈഡിലും ഞാൻ എടുത്തു. ഇവിടെ പ്ലസ് ആണ് നടുവിലുള്ളത് കൊണ്ട് നമുക്ക് ഡി ബൈ ഡി എക്സിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഈക്വൽസ് 0. എക്സ് സ്ക്വയറിനെ ഈസി അല്ലേ ചെയ്യാൻ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ 2x ആണ്. പ്ലസ് ഇതെല്ലാം ഇംപ്ലൈസ് ഇട്ടിട്ട് ചെയ്യണം കേട്ടോ. രണ്ട് സൈഡും ഒരേപോലെ ചെയ്തു പോകാനുള്ളത്. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ 0. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ, അത് മാത്രം ഇവിടെ നിർത്തുക. അപ്പോൾ ഈ 2x ഇവിടെ പ്ലസ് ചെയ്തേക്കാണ്. അത് സൈൻ പ്ലസ്സും ആണ്. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് -2x ആയി. ഈ ക്വസ്റ്റ്യൻസ് ഈസിയാണ്. ഞാൻ ആദ്യം എഴുതിയ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 0 ആണെങ്കിൽ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. രണ്ട് സൈഡിലും ഡി ബൈ ഡി എക്സ് കൊടുക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് ഡി ബൈ ഡി എക്സ് ഓഫ് 0. ഓക്കെ, എക്സ് സ്ക്വയറിൻ്റെ ഇനി സ്പ്ലിറ്റ് ചെയ്യാലോ. ഇംപ്ലൈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ ഈക്വൽസ് ഡി ബൈ ഡി എക്സ് ഓഫ് 0 എന്നാൽ 0 അല്ലേ. ഇനി ഓരോന്നും എഴുതാം. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. പ്ലസ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ എക്സ് വൈ ഈക്വൽ സി എന്നുള്ള ക്വസ്റ്റ്യൻ നേരത്തെ പഠിച്ചല്ലോ. അതെങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് ഒന്നാമത്തെ ഫംഗ്ഷൻ, ഇത് രണ്ടാമത്തെ ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അതായത് ഡി വൈ ബൈ ഡി എക്സ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ്, പ്ലസ് വൈ സ്ക്വയറിൻ്റെ എങ്ങനെയാണ് 2y ഡി വൈ ബൈ ഡി എക്സ് എന്നല്ലേ നമ്മൾ പഠിച്ചത്. വൈ സ്ക്വയർ വന്നപ്പോൾ വൈ സ്ക്വയറിൻ്റെ ഫംഗ്ഷൻ ആദ്യം വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ കാണും, എന്നിട്ടാണ് വൈനെ എക്സ് വെച്ച് ചെയ്യുക. ഈക്വൽ 0. ഇതൊന്നും ഭംഗിക്ക് എഴുതാം. 2x പ്ലസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് എന്താ 1, y ഇൻറ്റു 1 പ്ലസ് 2y ഡി വൈ ബൈ ഡി എക്സ് അതുപോലെ എഴുതി ഈക്വൽസ് 0. ഇത്രയുമായി. ഇനി നോക്കാം. 2x പ്ലസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു 1 വൈ 2y ഡി വൈ ബൈ ഡി എക്സ് അതുപോലെ തന്നെ എഴുതി ഈക്വൽസ് 0. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡി വൈ ബൈ ഡി എക്സ് ആണ് കാണുന്നത്. രണ്ട് സ്ഥലത്ത് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ആ രണ്ട് സ്ഥലവും നമ്മൾ ലെഫ്റ്റിൽ തന്നെ എടുക്കുക. ബാക്കിയുള്ള പ്ലസ് ചെയ്തതെല്ലാം റൈറ്റിലേക്ക് കൊണ്ടുപോകും. അതായത് ഇതിനെയും റൈറ്റിലേക്ക് കൊണ്ടുപോകണം. ബാക്കി രണ്ടും ഇവിടെ നിർത്തുക. അതായത് എക്സ് ഡി വൈ ബൈ ഡി എക്സിന് ഇവിടെ നിർത്തി, പ്ലസ് എക്സ് ഡി വൈ ബൈ ഡി എക്സിന് ഇവിടെ നിർത്തി, പ്ലസ് 2y ഡി വൈ ബൈ ഡി എക്സിന് അവിടെ നിർത്തി. റൈറ്റിലേക്ക് പോകേണ്ടത് 2x പോകണം. അത് റൈറ്റിലേക്ക് വരുമ്പോൾ -2x ആവും. പ്ലസ് വൈ റൈറ്റിലേക്ക് വന്നപ്പോൾ -y ആയി. രണ്ട് സ്ഥലത്ത് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ആ ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ എഴുതിയിട്ട് കോമൺ ആക്കി ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുത്തു. എക്സ് പ്ലസ് 2y. ഈ ഡി വൈ ബൈ ഡി എക്സിൻ്റെ കൂടെ ഉള്ളത് എക്സ് ആണ്. ഈ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഉള്ളത് 2y ആണ്. അപ്പോൾ എക്സ് പ്ലസ് 2y ഞാൻ അടുപ്പിച്ചെഴുതി ഈക്വൽസ് -2x -y. ഇപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2y. ആ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഇത് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തതായതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഡിവിഷനായി. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽസ് -2x -y അതുപോലെ എഴുതി ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഡി വൈ ബൈ ഡി എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ എ ക്യൂബ് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്.
ഇതിൻ്റെ അകത്ത് എ ക്യൂബ് എന്ന് കണ്ടാൽ എ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ എ ക്യൂബും ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എക്സ് വൈ ടി തീറ്റ, എക്സ് വൈ ടി തീറ്റ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പൊതുവേ വേരിയബിൾസ് ആയിട്ട് പഠിക്കാനുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. എ ക്യൂബ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യുന്ന പോലെ രണ്ട് സൈഡിലും ഡി ബൈ ഡി എക്സ് എടുക്കുക. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽസ് ഡി ബൈ ഡി എക്സ് ഓഫ് എ ക്യൂബ്. ഓക്കെ, ഈ സൈഡിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ക്യൂബ് ഈക്വൽസ് ഡി ബൈ ഡി എക്സ് ഓഫ് എ ക്യൂബ്. എ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ എ ക്യൂബും ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഇനി എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 3x² ആണ്. പ്ലസ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 3y² ആണ്. 3y² നിർത്തരുത്, ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് ആഡ് ചെയ്യണം. കാരണം നമ്മൾ y എന്നുള്ള വേരിയബിളിൻ്റെ ഫംഗ്ഷന് എക്സ് വെച്ചിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ ആദ്യം വൈയുടെ ഫംഗ്ഷന് y വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ശേഷമേ വൈയുടെ ഫംഗ്ഷന് y വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തതാണ് ഇങ്ങനെ. അതിന് ശേഷമേ വൈനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാവുള്ളൂ. അത് മാറിപ്പോവരുത്. ഓക്കെ, ഈക്വൽസ് 0. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേം മാത്രം ലെഫ്റ്റിൽ നിർത്തുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. 3x² മാത്രം റൈറ്റിലേക്ക് കൊടുക്കാം. 3x² റൈറ്റിലേക്ക് കൊടുക്കുമ്പോൾ 3y² ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ലെഫ്റ്റിൽ നിന്നിട്ട് പ്ലസ് 3x² മൈനസ് 3x² ആകുന്നു. ഇനി ഡി വൈ ബൈ ഡി എക്സ് ലെഫ്റ്റിൽ നിർത്താം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള 3y² റൈറ്റിലേക്ക് പോകണം. മൈനസ് 3x² ഡിവൈഡഡ് ബൈ 3y². അത് റൈറ്റിലേക്ക് പോയപ്പോൾ അത് ഡിവിഷനായി. അപ്പോൾ 3യും 3യും ക്യാൻസൽ ചെയ്തു. അപ്പോൾ മൈനസ് x² ബൈ y² എന്നായി ഡി വൈ ബൈ ഡി എക്സ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ax² പ്ലസ് 3abxy പ്ലസ് by². ഇതിൻ്റെ അകത്ത് കോൺസ്റ്റൻസ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. എ കോൺസ്റ്റൻ്റ് ആണ്, 3ab കോൺസ്റ്റൻ്റ് ആണ്, ബി കോൺസ്റ്റൻ്റ് ആണ്. ഇതെല്ലാം വേരിയബിളിൻ്റെ കൂടെയാണ് വന്നതെന്നുള്ളത് കൊണ്ട് ഇതെല്ലാം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കാണാൻ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഡി ബൈ ഡി എക്സ് കൊണ്ട് ആഡ് ചെയ്യുക. ഡി ബൈ ഡി എക്സ് ഓഫ് ax² പ്ലസ് 3abxy പ്ലസ് by² ഈക്വൽസ് ഡി ബൈ ഡി എക്സ് ഓഫ് 0. അതിൻ്റെ ആൻസർ 0 എന്ന് തന്നെയാണ്. ഓക്കെ, ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് ax² പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 3abxy പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് by² ഈക്വൽസ് 0. ഓക്കെ, ax² a പുറത്തെടുത്തു. x² ഡെറിവേറ്റീവ് 2x. 3abxy 3ab കോൺസ്റ്റൻ്റ് ആണ്. 3ab പുറത്തെടുത്തു. ബാക്കി ഡി ബൈ ഡി എക്സ് ഓഫ് xy ഉണ്ട്. പ്ലസ് by² ബി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് പുറത്തെടുത്തതിന് ശേഷം ഡി ബൈ ഡി വൈ ഓഫ് y² ആണ് ഈക്വൽ 0 ആവുന്നത്. ഇനി a ഇൻറ്റു 2x പ്ലസ് 3ab ഇൻറ്റു xyയുടെ ഡെറിവേറ്റീവ് നമ്മളെപ്പോഴും കാണുന്ന പോലെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് y, അതായത് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു, അപ്പോൾ ഇത് 3ab ഇൻറ്റു ആണ് ഇത്രയും ചെയ്തത് കേട്ടോ. ഇനി ബി ഇൻറ്റു y² ഡെറിവേറ്റീവ് 2y, ഇതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ബി ഇൻറ്റു y² 2y ആണ്. അത് മാത്രം പോരാ, ഡി വൈ ബൈ ഡി എക്സ് കൂടെ വേണം. ഈക്വൽ 0. ഇനി ഈ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, a ഇൻറ്റു 2x പ്ലസ് 3abx dy ബൈ dx
പ്ലസ് 3ab y ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇൻറ്റു 1 ആണ്. ഓക്കെ, ഇൻറ്റു 1 പ്ലസ് ബി ഇൻറ്റു 2y dy ബൈ ഡി എക്സ് ഈക്വൽ 0. ഇനി ഇതെങ്ങനെ മാറും? dy ബൈ ഡി എക്സ് രണ്ട് സ്ഥലത്തുണ്ട്. ബാക്കി പ്ലസ് ചെയ്തിട്ടുള്ള ഈ ടേമും എല്ലാം റൈറ്റിലേക്ക് പോകും. അപ്പോൾ 3abx dy ബൈ ഡി എക്സ് ഇവിടെ നിന്നു, പ്ലസ് ബി ഇൻറ്റു 2y dy ബൈ ഡി എക്സും ഇവിടെ നിന്നു. ബാക്കിയുള്ള a ഇൻറ്റു 2x, അതായത് മൈനസ് a ഇൻറ്റു 2x മൈനസ് 3aby ലെഫ്റ്റിലേക്ക് എടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് dy ബൈ ഡി എക്സ്, ഇതിൻ്റെ അകത്തും dy ബൈ ഡി എക്സ് ഉണ്ട്. അത് നമ്മൾ എഴുതിയതിന് ശേഷം ബ്രാക്കറ്റിൽ 3abx പ്ലസ് ബി ഇൻറ്റു 2y എന്നല്ല ഇവിടെ കിടക്കുന്നത്. ഇത് രണ്ടും നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്താക്കണം. അത് ഞാൻ 2by എന്നാക്കി. ഈക്വൽസ് മൈനസ് 2ax എന്നൊന്ന് ഓർഡർ മാറ്റി എഴുതി, മൈനസ് 3aby എന്ന് എഴുതി. ഇനി dy ബൈ ഡി എക്സ് എല്ലാ തവണത്തെ പോലെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഈ ടേം, അതായത് ഈ ടേം ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ dy ബൈ ഡി എക്സ് ഈക്വൽസ് മൈനസ് 2ax മൈനസ് 3aby ഡിവൈഡഡ് ബൈ 3abx പ്ലസ് 2by. ഇതാണ് നമ്മുടെ ആൻസർ. ആദ്യം ചെയ്ത ഒരു ക്വസ്റ്റ്യനില്ലേ, തുടക്കത്തിൽ ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ്റെ എയും ബിയും എക്സ്ട്രാ വന്നു എന്നേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കോൺസ്റ്റൻസ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനെങ്കിൽ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ സി. അപ്പം ഇപ്പോൾ നോക്കിയേ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ഈക്വൽസ് ഡി ബൈ ഡി എക്സ് ഓഫ് സി. ഇവിടെ പ്രൊഡക്റ്റാണ്, എക്സ് സ്ക്വയറിൻ്റെ വൈ സ്ക്വയറിൻ്റെ പ്രൊഡക്റ്റാണ്, പ്ലസ് അല്ല. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ട വരും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ സിയുടെ ഡി ബൈ ഡി എക്സ് 0 ആണ്. ഓക്കെ, ഇംപ്ലൈസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയറിൻ്റെ ഡി ബൈ ഡി എക്സ് ആണ്, ഡി ബൈ ഡി എക്സ് ആണ്. അപ്പോൾ 2y ഇപ്പോഴും ചെയ്യണ പോലെ dy ബൈ ഡി എക്സ് വേണം. വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡി ബൈ ഡി എക്സ് ജസ്റ്റ് 2x എന്ന് എഴുതിയാൽ മതി, ഈക്വൽ 0. ഇനി എന്താണ്? എക്സ് സ്ക്വയർ 2y dy ബൈ ഡി എക്സ് പ്ലസ് ഇതാണ്, ഇത് ഈ റൈറ്റിലേക്ക് പോവാം. പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 2x മാത്രം റൈറ്റിലേക്ക് പോയാൽ മതി. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു 2y dy ബൈ ഡി എക്സ് ഇവിടെ നിന്നിട്ട് മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു 2x അതിങ്ങോട്ട് പോയി. ഇനി ഇവിടെ എല്ലാം എക്സ് സ്ക്വയർ 2y dy ബൈ ഡി എക്സ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അപ്പോൾ dy ബൈ ഡി എക്സിനെ ഇവിടെ നിർത്തുകയാണെങ്കിൽ ഈ ടേംസൊക്കെ ഇങ്ങോട്ട് പോകുമ്പോൾ അത് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ dy ബൈ ഡി എക്സ് ഈക്വൽസ് മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു 2y. ഇനി ഈ ടേംസൊക്കെ ക്യാൻസൽ ചെയ്യാം. മുകളിൽ ഒരു y, 2y ഉണ്ട്, താഴെ ഒരു y ഉണ്ട്. 2 സ്ഥലത്തും ഉണ്ട്. 2 ക്യാൻസൽ ചെയ്തു. മുകളിൽ ഒരു y എഴുതി, താഴത്തെ ഒരു y ക്യാൻസലായിപ്പോയി, മുകളിൽ ഒരു y ആയി. മുകളിൽ x ക്യാൻസൽ ചെയ്ത് താഴെ 2x ഉണ്ട്, അതിൽ ഒരു x എഴുതി. അപ്പം മൈനസ് y ബൈ എക്സ് എന്നായി. ഓക്കെ, ഇതാണ് dy ബൈ ഡി എക്സ്.